ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേർഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വീണ്ടും റമദാൻ ആഗതമായിരിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസം ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും നല്ല അനുഭൂതി ലഭിക്കുന്ന കാലയളവാണ്. 11 മാസവും നമ്മൾ ജീവിച്ച ആ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി റമദാനിൽ നമുക്ക് ഒരു വിശ്വാസിയുടെ ഷെഡ്യൂൾ അത് വ്യത്യസ്തമാണ്. പകൽ സമയത്തും അല്ലാതെയും ഒക്കെ വിവിധ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള വ്രതാനുഷ്ഠാനം നമ്മുടെ സ്തംഭങ്ങളിൽപ്പെട്ടതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ അവൻ്റെ ആരാധനകളുടെ ഒരു വലിയ ഭാഗമായി നിൽക്കുമ്പോൾ, നോമ്പ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അള്ളാഹു ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ആരാധിക്കാൻ കഴിയുന്ന ഒരു ആരാധന എന്ന് പറയുന്നത് നോമ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത് അസ്സൗമുലി വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ തന്നെയാണ് അതിന് പ്രതിഫലം നൽകുന്നത്. റമദാൻ മാസം ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ സപ്പോർട്ട് കിട്ടുന്ന ഒരു മാസമാണ്. കാരണം പൈശാചികമായ എല്ലാ പ്രേരണകളിൽ നിന്നും അവന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നു. കാരണം പിശാചിനെ കെട്ടിയിടുന്നൊരു മാസം കൂടിയാണ്. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുകയും നരകത്തിൻ്റെ വാതിൽ അടക്കപ്പെടുകയും ചെയ്യുന്നൊരു മാസം. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അവൻ്റെ ലക്ഷ്യം. അതിലേക്കുള്ള മാർഗമായാണ് ആരാധനകളെ കാണുന്നത്. നമസ്കാരം പോലെ നോമ്പും അള്ളാഹുവിലേക്ക് എത്താനും, നോമ്പ് കൂടുതൽ നമ്മെ തഖ്വയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ആരാധനയായി മാറുന്നു. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേലിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അസ്വിയാമ, നോമ്പ്, കമാ കുത്തിബ അലൈക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി മുൻകാലങ്ങളിൽ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലിലും അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള ഒരു അമലാണ് നോമ്പ് എന്ന് പറയുന്നത്. ഈ നോമ്പ് കാലത്ത് നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതലെടുക്കാൻ നമുക്ക് കഴിയുന്ന ഒരു വലിയ അവസരമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ആരാധിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കെയുള്ള ഒരുപാട് പരിമിതികളും തിരക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നോമ്പിന് ഒരു അമലിന് അനേകം മടങ്ങ് പ്രതിഫലം നൽകപ്പെടുന്നൊരു മാസം കൂടിയാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയുന്നും അറിയാതെയും വന്നു പോകുന്ന തെറ്റ്, ആ തെറ്റുകളിൽ നിന്നും അള്ളാഹു നമുക്ക് പാപമോചനം നൽകപ്പെടുന്നൊരു മാസം കൂടിയായി ഈ നോമ്പിനെ കാണുന്നു. മൻ സ്വാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും അതുപോലെ വിശ്വാസത്തോടു കൂടിയും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ നാളെ അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്നാണ് പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പ് ഒരു പരിചയമാണ്. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുള്ളതൊരു പരിചയമാണ്. ആരെങ്കിലും അവനെ ചീത്ത പറയുകയോ അസഭ്യം പറയുകയോ ചെയ്യുകയാണെങ്കിൽ
അവൻ പറയട്ടെ ഇന്നി സ്വായിമൻ, ഞാൻ നോമ്പുകാരനാണെന്ന്. അതോടുകൂടി ആ ശത്രു പത്തിമടക്കുകയാണ്. കാരണം നോമ്പായ എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോമ്പുകാരനാണെന്ന് പറയുന്നത് കൂടി അത് എല്ലാ അക്രമങ്ങളിൽ നിന്നും അവന് കിട്ടുന്ന സംരക്ഷണം കൂടിയാണ്. അപ്പോൾ നോമ്പ് സംരക്ഷണമാണ്, നോമ്പ് സാന്ത്വനമാണ്, നോമ്പ് സമാധാനമാണ്. അപ്പോൾ നമുക്കൊക്കെ അള്ളാഹുലേക്ക് നമ്മുടെ വിശപ്പ് എന്ന് പറയുന്നത് മനുഷ്യനുള്ള ഒരു സ്വാഭാവികമായ ഒരു ബയോളജിക്കൽ ഒരു നീഡാണ്. വിശപ്പ്, നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അത് എല്ലാ ജീവികളും, കാരണം ഓരോ സസ്യവും അതുപോലെ മൃഗങ്ങളും മനുഷ്യനൊക്കെ ജീവിക്കുന്നത് ശ്വാസവും ഭക്ഷണവും ജലവും കിട്ടിക്കൊണ്ടാണ്. അതില്ലെങ്കിൽ അവന് നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇരകളെ പിടിക്കുന്ന മൃഗങ്ങളെ നമുക്കറിയാം, ഇരകളെ അള്ളാഹു അവർക്ക് ഭക്ഷണമാക്കി നൽകി. സസ്യങ്ങൾക്കുള്ള ഭക്ഷണ പാനീയങ്ങൾ അത് അള്ളാഹു അവർക്ക് ആ രീതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഭക്ഷണ രീതികൾ, അത് ഹലാലായ ഭക്ഷണം കഴിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു, അതിനും മര്യാദകൾ കൽപ്പിക്കുന്നു. പക്ഷേ നിശ്ചിത സമയം അള്ളാഹു നമുക്ക് പകൽ സമയം ആ ഭക്ഷണം നിരോധിച്ചിരിക്കുകയാണ്. ആ നിരോധിക്കുന്നതിലൂടെ അവന് കിട്ടുന്ന ഒരു വലിയ പ്രയാസമാണ്. ആ പ്രയാസങ്ങളിൽ നിന്നും അവന് കിട്ടുന്ന വലിയ സാന്ത്വനം, അത് ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് സന്തോഷം കിട്ടുന്നത് നോമ്പ് തുറക്കുമ്പോഴും പിന്നീട് അള്ളാഹുവിനെ കാണുമ്പോൾ. ഇപ്പോൾ നോമ്പുകാരനുള്ള സന്തോഷം അതൊന്ന് നോമ്പ് തുറക്കുന്ന സമയത്തും പിന്നീട് അള്ളാഹുവിനെ കാണുമ്പോഴുണ്ടാവുന്ന സന്തോഷമാണ്. സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലുണ്ട്, അതിൻ്റെ പേരാണ് റയ്യാൻ. അത് തുറക്കപ്പെടുന്നത് പ്രത്യേകിച്ച് നോമ്പുകാരന് അതിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ആ വാതിൽ തുറക്കപ്പെടുകയും അവസാന നോമ്പുകാരൻ കടന്നു കഴിയുമ്പോൾ മാത്രമാണ് ആ വാതിൽ അടക്കപ്പെടുകയുള്ളൂ. അപ്പം അങ്ങനെ നോമ്പുകാരന് പ്രത്യേക വാതിലുകൾ അവന് തുറന്നു കൊടുക്കുന്നു. അവന് ഒരുപാട് അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നിറഞ്ഞ മാസമാണ്. കാരണം 30 ദിവസങ്ങളിൽ 3 10 അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒന്ന് അനുഗ്രഹത്തിൻ്റെ 10. ആ അനുഗ്രഹത്തിൻ്റെ 10 നമുക്ക് അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അവസരമാണ്. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർഹമർ റഹീമീൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അനുഗ്രഹത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10. ആ ഒരു 10 നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. മൂന്നാമത്തെ 10 ഇത്ഖു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം ലഭ്യമാകുന്ന ഒരു 10 കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ 3 10 നമുക്ക് വിധിച്ചു തന്നിരിക്കുന്നു. അതിൽ അവസാനമായി ഉള്ള 10 ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാവ് ലൈലത്തുൽ ഖദർ. മനുഷ്യ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം കുറഞ്ഞ കാലയളവാണ്. പക്ഷേ ആ ഒരു കാലയളവിൽ ഒരു ദിവസത്തെ ഒരു രാത്രിയുടെ ശ്രേഷ്ഠത അത് 1000 മാസങ്ങളേക്കാൾ പുണ്യമാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ഒരു മാസം, ഒരു ദിവസം, ഒരു രാത്രിക്ക് 1000 മാസങ്ങളേക്കാൾ പുണ്യം നൽകപ്പെടുന്ന ഒരു രാത്രി. ആ രാത്രി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാധിക്കുമ്പോൾ അവൻ ഒരുപാട് വർഷങ്ങൾ ആരാധിച്ച പ്രതിഫലമാണ് അതിൽ കിട്ടുന്നത്. അപ്പോൾ അത്രയും അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി വഴികാട്ടിയായിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ആ ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ള പവിത്രത കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മാസത്തെ ഖുർആൻ്റെ മാസമായി ഖുർആനിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി ഖുർആൻ വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിലൂടെ അള്ളാഹുവിനെ കാണാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആരാധനകൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ ആരാധനകൾ എന്ന് പറയുന്നത് കേവലം നമസ്കാരം, നോമ്പ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വിശ്വാസങ്ങൾ പൂർണ്ണമാവണമെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, വിശപ്പ് ഉള്ള ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, വീടില്ലാത്ത ആളുകളുണ്ട്, ചികിത്സയ്ക്ക് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്.
അവരെ കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ അള്ളാഹുമായുള്ള ആ കരാർ നമുക്ക് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് തൻ്റെ സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം തൻ്റെ സഹോദരന് കൂടി കിട്ടിയില്ലെങ്കിൽ തൻ്റെ വിശ്വാസം പൂർണ്ണമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മറ്റുള്ളവരുടെ അഭിവൃദ്ധി. റായിത്തല്ലതി യുഖദിബ് ബിദ്ദീൻ എന്ന പരിശുദ്ധമായ ഖുർആൻ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ദീനിനെ കളവാക്കുന്ന തിന്മയെക്കുറിച്ച് നിങ്ങൾ അറിയില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അത് മറ്റ് ഏത് തെറ്റിനേക്കാളും തൻ്റെ ചുറ്റിലുമുള്ള യതീമുകളെ, അനാഥകളെ, ഒന്നുമില്ലാത്തവരെ സംരക്ഷിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകുന്നവർ, ആ പിന്നോട്ട് പോവുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ അങ്ങനെ ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്ന ഒരു മാനുഷിക പരിഗണന, മനുഷ്യത്വം, മനുഷ്യനെ സഹായിക്കുക എന്നുള്ള അവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും നിറവേറ്റാൻ നമുക്ക് കഴിയണം. അതുകൂടി നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ നോമ്പിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നോമ്പിൻ്റെ പവിത്രതയെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. റമദാൻ മാസം എന്നുള്ളത് നമുക്ക് ഒരു ഉത്സവമാണ്, ഒരു വസന്തകാലമാണ്. ഖുർആൻ ഇറങ്ങിയ മാസം ആയതുകൊണ്ട് തന്നെ ഖുർആനെ കൂടുതൽ നമുക്ക് പാരായണം ചെയ്യാനും അതിലൂടെ നമുക്ക് ഏറ്റവും വലിയ ശാന്തതയും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിലുള്ള ഓർമ്മയാണ്, അള്ളാഹുവിനെ ഓർക്കുക എന്നതിലൂടെ നമുക്ക് ശാന്തി നുകരാൻ നമുക്ക് സാധിക്കുന്ന ഒന്നായാണ് ദിക്റുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിക്റുകളും ഖുർആനും അതുപോലെ സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്തുകൾ, ഇതൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയ പുണ്യം നേടാൻ സാധിക്കും. അതുപോലെ റമദാനിൻ്റെ 17-ാം ദിവസം നമുക്കറിയാം, ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. ആ ബദർ യുദ്ധമാണ് ഇസ്ലാമിൻ്റെ ഒരു വലിയ അവിഭാജ്യ ഘടകമായി ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത്. അത് 313 സഹാബാക്കൾ ആ ഒരു രണാങ്കണത്തിൽ അടരാടി പോരാടിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ആ ഒരു അന്തരീക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ്റെ കൂടെ നിൽക്കുക, അവരെ നമ്മൾ ഓർക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുകൂടി ഈ റമദാൻ മാസത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. അള്ളാഹു നമുക്ക് ഏറ്റവും നല്ല സ്വീകാര്യമായ അമലുകൾ ചെയ്യാൻ അള്ളാഹു ഈ റമദാൻ മാസത്തിൽ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും എൻ്റെ റമദാൻ ആശംസകൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.